പന്തളത്തിനടുത്തുള്ള കുരമ്പാലയിലെ ഹനുമ ക്ഷേത്രത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അവിടെ കർക്കിടക മാസത്തിലെ ലാസ്റ്റ് ദിവസം ഭഗവാന്റെ കഴുത്ത് വരെ പൂമൂടൽ എന്നൊരു ചടങ്ങുണ്ട്. അതിനുപയോഗിക്കുന്നത് കൂടുതലും ദശപുഷ്പങ്ങളാണ്. ബാക്കി തികയാത്തതിന് മറ്റു പുഷ്പങ്ങളും ഉപയോഗിക്കും. ഓരോരുത്തരും ദശപുഷ്പങ്ങളും കൂടുതൽ പുഷ്പങ്ങളും കൊണ്ടുവന്നു. ഇതിൽ ഒരമ്മ ഏകദേശം ഒരു 4 ബന്ദിപ്പൂ പൊഴിച്ചതും കുറേ തെറ്റിപ്പൂവും തുളസിയിലയും കൊണ്ടുവന്നു. അന്ന് അവിടെ പൂജ ചേരുന്ന തിരുമേനി പറഞ്ഞു, ഈ ബന്ദിപ്പൂ മാറ്റിയില്ല എങ്കിൽ ഞാൻ ആ അമ്മ നിന്ന് ഒറ്റ പൂ എടുക്കില്ല എന്ന്. തിരുമേനി പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഓവടയും അത് കുത്തിയെടുക്കാൻ പാടാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനൊരു മയത്തിലല്ല പറഞ്ഞത്. ഇത് കണ്ടു നിന്ന് ഞാൻ എന്ത് ചെയ്തു, ആ ബന്ദിപ്പൂ മാറ്റിയിട്ട് ബാക്കി പൂവും മറ്റുള്ള പൂവിൻ്റെ കൂടെ വെച്ചു. ആ അമ്മ വീട്ടിൽ ഒരുപാട് ധൃതി ഉള്ളതുകൊണ്ട് കരഞ്ഞുകൊണ്ടങ്ങ് പോയി. അന്നേ ദിവസം അവിടെ കൊണ്ടുവന്ന ദശപുഷ്പങ്ങൾ തികഞ്ഞില്ല എങ്കിൽ അമ്പല കമ്മിറ്റി വാങ്ങിയത് ഏകദേശം ഒരു 30 ബന്ദിപ്പൂവായിരുന്നു. തിരുമേനി വിചാരിച്ചു ദശപുഷ്പങ്ങളെല്ലാം കൂടുതലും ഇലകളാണല്ലോ, അതിലേക്ക് ബന്ദിപ്പൂ പൊഴിക്കാതെ കുത്തി നിർത്തി ഭംഗിയാക്കാമെന്നായിരുന്നു തിരുമേനി വിചാരിച്ചത്. പക്ഷേ ആ അമ്മയുടെ കണ്ണുനീരായിരിക്കാം ഭഗവാന്റെ നെഞ്ചുഭാഗത്തിൻ്റെ മുകളിലേക്ക് ഈ ദശപുഷ്പങ്ങൾ ഇരിക്കുന്നില്ല. അത് നെഞ്ചുഭാഗം കഴിയുമ്പം മറിഞ്ഞു വീഴാൻ തുടങ്ങി. അവിടെ കൂടി നിന്ന് ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ ഞങ്ങൾ കണ്ടത് അലങ്കരിക്കാനായിട്ട് തിരുമേനി വെച്ചിരുന്ന ആ ബന്ദിപ്പൂ മുഴുവനും സഹസ്രനാമം ചൊല്ലിക്കൊണ്ട്, തിരുമേനി അറിഞ്ഞാന്നോ അറിയാതാന്നോ അറിയത്തില്ല, ആ 30 പൂവ് ഏകദേശം ഉണ്ട്, അത്രയും പൊഴിച്ചിടുന്നതാണ് കണ്ടത്. ഇത് ഹനുമസ്വാമിയുടെ ഒരു അത്ഭുതം തന്നെയാണ് അവിടെ ഞങ്ങൾ കണ്ടത്. ഭക്തനായുള്ളവൻ വാരി തന്നാലും അതിപ്രിയം എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാരി എന്ന വെള്ളം. ഈ അനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. അത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.